നമസ്കാരം. വയനാട് സുൽത്താൻ ബത്തേരി കോളിയാടി മാർ ബസേലിയസ് AUP സ്കൂളിലെ വിദ്യാർത്ഥികളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത് മലയോര മേഖലയെ വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പനി, ഛർദി, വയറിളക്കം, തലകറക്കം തുടങ്ങിയ കടുത്ത രോഗലക്ഷണങ്ങളുമായി സ്കൂളിലെ 339 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഇതിൽ ആദ്യഘട്ടത്തിൽ കടുത്ത രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 5 കുട്ടികളുടെ രക്തമല സാമ്പിളുകൾ അടിയന്തര പരിശോധനയ്ക്കായി അയച്ചിരുന്നു. തുടർന്ന് ആകെ 21 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 2 കുട്ടികളുടെ പരിശോധനാ ഫലമാണ് നിലവിൽ പോസിറ്റീവായി വന്നിരിക്കുന്നത്. 4.5 വയസ്സുള്ള ഒരു ആൺകുട്ടിക്കും 5 വയസ്സുള്ള പെൺകുട്ടിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗബാധ സ്ഥിരീകരിച്ച കുട്ടികൾ ഇപ്പോൾ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിലാണ്. നിലവിൽ ബത്തേരിയിലെ വിവിധ ആശുപത്രികളിലായി സ്കൂളിലെ 337 വിദ്യാർത്ഥികൾ ചികിത്സയിലുണ്ട്. ഇതിൽ രോഗബാധയുണ്ടെന്ന നിഗമനത്തിൽ 21 പേരാണ് ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ മാത്രമായി കഴിയുന്നത്. വിവിധ ആശുപത്രികളിലായി ആകെ 60 കുട്ടികൾ നിലവിൽ ചികിത്സയിൽ തുടരുന്നുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കുകൾ പറയുന്നത്. എന്നാൽ ചികിത്സയിലുള്ള ആരുടെയും നില ഗുരുതരമല്ലെന്നും എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി തൃപ്തികരമായി തുടരുന്നുവെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് സ്കൂളിലെ കുട്ടികൾക്ക് കൂട്ടത്തോടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ ഇത് സാധാരണ ഭക്ഷ്യവിഷബാധയാണെന്ന നിഗമനത്തിലായിരുന്നു സ്കൂൾ അധികൃതരും ആരോഗ്യവകുപ്പും. എന്നാൽ പിന്നീട് കുട്ടികളുടെ ആരോഗ്യനില വഷളാവുകയും കൂടുതൽ കുട്ടികൾ സമാന ലക്ഷണങ്ങളോടെ ആശുപത്രികളിൽ എത്തുകയും ചെയ്തതോടെയാണ് വിശദമായ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് കുട്ടികളെ ബാധിച്ചത് വെറുമൊരു ഭക്ഷ്യവിഷബാധയല്ല, മറിച്ച് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് കണ്ടെത്തിയത്. ദഹന വ്യവസ്ഥിതിയെ പൂർണ്ണമായും കീഴടക്കുന്ന ഒരുതരം ബാക്ടീരിയകളുടെ കൂട്ടമാണ് ഷിഗല്ല. ഈ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഗുരുതരമായ രോഗാവസ്ഥയാണ് ഷിഗല്ലോസിസ് എന്നറിയപ്പെടുന്നത്. മലിനമായ ജലത്തിലൂടെയും കേടായ ഭക്ഷണത്തിലൂടെയുമാണ് ഈ ബാക്ടീരിയകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നതും അതിവേഗം പടരുന്നതും. എന്തായാലും സംസ്ഥാനത്ത് നിലവിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നെന്മേനി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 4 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള 841 കുട്ടികളാണ് മാർ ബസേലിയസ് AUP സ്കൂളിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗവ്യാപനം തടയുന്നതിനായി സ്കൂൾ നിലവിൽ ഒരാഴ്ചത്തേക്ക് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ ആശുപത്രികളിൽ ചികിത്സ തേടാൻ തയ്യാറാകാതിരുന്ന കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഉടനടി വൈദ്യസഹായം തേടണമെന്നും പരിശോധനകൾക്ക് വിധേയമാകണമെന്നും ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ച കുട്ടികളുമായി നേരിട്ടും അല്ലാതെയും അടുത്തിടപഴകിയവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി K. മുരളീധരൻ ഇന്ന് വയനാട് ജില്ല സന്ദർശിക്കും. ബത്തേരിയിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളെ നേരിട്ട് സന്ദർശിച്ച് അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തും. നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി ചികിത്സയിൽ കഴിയുന്ന ഭൂരിഭാഗം പേരും 8 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെന്ന് അറിയിച്ചു. സാധാരണയായി 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ രോഗം ബാധിക്കുമ്പോഴാണ് അവസ്ഥ ഗുരുതരമാകുന്നത്. നിലവിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും മന്ത്രി T. സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ ഉന്നതതല യോഗം ചേരാൻ നിശ്ചയിച്ചിട്ടുണ്ട്. രോഗബാധ റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടുപിന്നാലെ ആരോഗ്യവകുപ്പ് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് പ്രദേശത്ത് ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള പ്രത്യേക മെഡിക്കൽ സംഘം സ്കൂളിലും പരിസര പ്രദേശങ്ങളിലും എത്തി വിശദമായ പരിശോധനകളും നടത്തിയിരുന്നു.